Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 20th lecture of Management Concepts and Thought. In this lecture, we are discussing about the principles of planning. Planning should have the following principles. First one, principles of contribution to objectives. The purpose of long, medium and short range plans should be to accomplish organizational objectives effectively and economically. ഒരു ഓർഗനൈസേഷൻ്റെ ഓബ്ജക്റ്റീവ് എഫക്റ്റീവായിട്ടും എക്കണോമിക്കലായിട്ടും അച്ചീവ് ചെയ്യാൻ ഓർഗനൈസേഷൻ ലോങ് ടേമായിട്ടും മീഡിയം ടേമായിട്ടും ഷോർട്ട് ടേമായിട്ടുള്ള പ്ലാൻസുകളെല്ലാം ഫോർമുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ ടു ഓബ്ജക്റ്റീവ്സ്. സെക്കൻഡ് വൺ, പ്രിൻസിപ്പിൾസ് ഓഫ് പെർവേസീവ്നെസ് ഓഫ് പ്ലാനിങ്. Planning is found at all levels of management. Strategic planning or long range planning is related to top management, but medium range planning are related to middle and operating management respectively. Planning pervasive ആണ് എന്ന് നമ്മളൊരു ഫീച്ചറായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും പ്ലാനിങ് വേണമെന്ന് നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത പ്രിൻസിപ്പിൾ പറയുന്നത് എന്ത് തന്നെയാണ്? പെർവേസീവ് നേച്ചറിലുള്ളതായിരിക്കണം പ്ലാനിങ്. പെർവേസീവ്നെസ് ഉണ്ടായിരിക്കണം. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുക്കുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ്ങും ലോങ് റേഞ്ച് പ്ലാനിങ്ങും ഒക്കെ എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. മിഡിൽ ലെവലും ഓപ്പറേറ്റിംഗ് ലെവൽ മാനേജ്മെൻറ്റും എടുക്കുന്നത് മീഡിയം റേഞ്ചിലുള്ള പ്ലാനിങ്ങുകളാണ്. അപ്പോൾ എല്ലാ ലെവൽസിലും എന്തുണ്ട്? പ്ലാനിങ് നിർബന്ധമാണ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് പെർവേസീവ്നെസ് ഓഫ് പ്ലാനിങ് പറയുന്നത് എല്ലാ ലെവൽസിലും എന്തുണ്ട്? പ്ലാനിങ് ഉണ്ട്. Then third one, principles of limiting factor. Planning must take the limiting factor like men, machine, money, materials and management into consideration. While developing alternative plans, strategies, policies or standards, these limiting factors are to be considered. First principle എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫാക്ടറിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് മെൻ, മെറ്റീരിയൽ, മെഷീൻ, മണി ആൻഡ് മാനേജ്മെൻറ്റ് കൺസിഡറേഷൻ. ഓർഗനൈസേഷനിലെ ഓൾട്ടർനേറ്റീവ് പ്ലാൻസിനെ ഡെവലപ്പ് ചെയ്യുമ്പോഴും പുതിയ സ്ട്രാറ്റജീസ് എടുക്കുമ്പോഴും പോളിസീസ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ ഈ ലിമിറ്റിംഗ് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യണം. പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞത്. പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് പെർവേസീവ്നെസ് ഓഫ് പ്ലാനിങ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. ദെൻ ഫോർത്ത് വൺ, പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞൊരു ടേമും നമ്മൾ ഫീച്ചറിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം പ്ലാനിങ്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ദ മാനേജ്മെൻറ്റ് ഷുഡ് ബി ഏബിൾ ടു ചേഞ്ച് ആൻ എക്സിസ്റ്റിംഗ് പ്ലാൻ ബിക്കോസ് ഓഫ് ചേഞ്ച് ഇൻ എൻവയോൺമെൻറ്റ് വിത്തൗട്ട് അൺഡ്യൂ കോസ്റ്റ് ഓർ ഡിലേ. Flexibility is more important in long range plans than in short range plans because the possibility of errors is high in long range planning. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പ്ലാനിനെ ഏതൊരു സിറ്റുവേഷനിലും ചേഞ്ച് ചെയ്യാൻ സാധിക്കണം. ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റാണ്. എപ്പോഴും വേണമെങ്കിലും എന്ത് ചേഞ്ച് വേണമെങ്കിലും നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാകാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന പ്ലാനിനെ ആ ഓർഗനൈസേഷനിലെ ചേഞ്ചിനനുസരിച്ച് പ്ലാൻസും എന്ത് ചെയ്യാൻ സാധിക്കണം? ചേഞ്ച് ചെയ്യാൻ സാധിക്കണം. ഷോർട്ട് ടേം പ്ലാൻസിനേക്കാളും ലോങ് ടേം പ്ലാൻസിലാണ് കൂടുതൽ എറേഴ്സ് വരാനുള്ള സാധ്യത. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ലോങ് റേഞ്ചിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന പ്ലാൻസിന് എപ്പോഴും വേണമെങ്കിലും ചേഞ്ച് വരുത്തേണ്ടി വരാം. എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടി വരാം. അങ്ങനെ ചേഞ്ച് വരുത്തേണ്ടി വരികയാണ് എങ്കിൽ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പ്ലാൻസ് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് കൂടി ആകണം. ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾസ് ഓഫ് നാവിഗേഷണൽ ചേഞ്ച്. It is the duty of the navigator to check constantly whether his ship is following the right direction in the vast ocean to reach the destination as scheduled. Likewise, the manager should periodically check on events and redraw plans to maintain a course towards the desired goals. നമ്മളൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാനിൽ നമ്മൾ എന്ത് ഒബ്ജക്റ്റീവിന് വേണ്ടിയാണോ നമ്മൾ ആ പ്ലാൻ മേക്ക് ചെയ്തത് ആ ഡയറക്ഷനിൽ തന്നെയാണോ നമ്മുടെ പ്ലാൻ എത്തിച്ചേരുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു?
നോക്കിക്കാണണം. ആ ഡയറക്ഷനിൽ തന്നെയാണോ നമ്മുടെ ഗോൾസിനെ അറ്റൈൻ ചെയ്യാൻ പോവുക തന്നെയാണോ ആ പ്ലാൻ ചെയ്യുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അല്ല എങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ പ്ലാൻസിനെ റീഡ്രോ ചെയ്യണം, പുതിയ പ്ലാൻസ് ആക്കി റീപ്ലാൻ ചെയ്യണം. 6th point, principle of primacy of planning. This principle emphasizes that a manager cannot perform his functions without a clear roadmap of plan to guide him. It is the primary requisite of other management functions. പ്രിമസി ഉള്ളതായിരിക്കണം പ്ലാനിങ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ പറയുന്നു, മാനേജർ ഒരു ഫങ്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ അതിന് ക്ലിയർ ആയിട്ടുള്ളൊരു റോഡ് മാപ്പ് ഉണ്ടായിരിക്കണം. അതർ മാനേജ്മെൻറ്റ് ഫങ്ഷൻസും ഒക്കെ പെർഫോം ചെയ്യണമെങ്കിൽ അതിന് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാന് റോഡ് മാപ്പ് അനുസരിച്ചായിരിക്കണം എന്താണ് ഇനി അടുത്തത് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ് പ്രെമിസസ്. എ കോർഡിനേറ്റഡ് സ്ട്രക്ചർ ഓഫ് പ്ലാൻസ് ക്യാൻ ബി ഡെവലപ്ഡ് only when managers throughout the organization can understand and agree to utilize consistent planning premises. Planning premises are the assumptions underlying the plans. പ്ലാൻസിലുള്ള അസംഷൻസിനെയാണ് പ്ലാനിങ് പ്രെമിസസ് എന്ന് പറയുന്നത്. അപ്പം മാനേജേഴ്സ് ആ ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് അസ്യൂം ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിനനുസരിച്ച് വേണം ആ പ്ലാനിങ്ങിനെ യൂട്ടിലൈസ് ചെയ്യാൻ. Then the next one is principle of timing. Logical planning should cover the time period necessary to forecast the fulfillment of commitment involved in a decision. നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത് അതൊരു സഡൻ പീരീഡ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡിസിഷൻസ് ആയിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഫ്യൂച്ചറിനെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു പീരീഡിലേക്ക്. പ്ലാനിങ് ടൈം ബേസ്ഡ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓൾട്ടർനേറ്റീവ്. ഇൻ ചൂസിങ് ഫ്രം എമംഗ് ഓൾട്ടർനേറ്റീവ്സ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് വിൽ ബി ദാറ്റ് വിച്ച് കോൺട്രിബ്യൂട്ട്സ് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി ടു ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് എ ഡിസൈർഡ് ഗോൾ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഓബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ട് നമ്മളെടുക്കുന്ന ഡിസിഷൻസ്, നമ്മളെടുക്കുന്ന പ്ലാൻസ് ഒരു പ്ലാൻ മാത്രമായിരിക്കില്ല. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ബെസ്റ്റായിട്ടൊരു പ്ലാൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. ഏറ്റവും എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും നമ്മുടെ ഓബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന പ്ലാൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്യും. And the last principle is principles of competitive strategy. A manager should take into account the plans of rivals or competitors while formulating plans. The plan should be chosen in the light of what the competitor will do in the same situation. മാനേജേഴ്സ് പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ എതിരാളികൾ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ഡിസിഷനാണ് എടുത്തത്, എന്ത് പ്ലാനാണ് ആ ഒരു സിറ്റുവേഷനിൽ ചെയ്തതെന്ന് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ കോമ്പറ്റീറ്റർ ആ സെയിം സിറ്റുവേഷനിൽ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി എന്താണോ ആ സ്ട്രാറ്റജിയും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യാൻ. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്. Okay, this is all for today's session. Thank you for listening.